സിനിജി സംസ്ഥാന ഫിലിം അവാർഡും ദേശീയ ഫിലിം അവാർഡും പ്രഖ്യാപിച്ചു. മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം എന്ന നിലയ്ക്കായിരുന്നു പല മലയാളം മാധ്യമങ്ങളും അതിനെ വിശേഷിപ്പിച്ചത്. ഒടുവിൽ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു മികച്ച നടനായിട്ട്. എന്തുകൊണ്ടായിരിക്കും മമ്മൂട്ടി തഴയപ്പെട്ടതെന്നാണ് തോന്നുന്നത്? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ എന്തെങ്കിലും ഈ ജൂറിയുടെ പരിഗണനയിലേക്ക് വന്നോ എന്നുള്ളതാണ്. ഇപ്പം മമ്മൂട്ടിയുടെ പകൽ നേരത്ത് മയക്കം, അതുപോലെ തന്നെ കാതൽ, അങ്ങനെ കുറേ സിനിമകളൊക്കെ മമ്മൂട്ടിയെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സംശയം ഈ ചിത്രങ്ങളൊക്കെ ജൂറിയുടെ മുമ്പിലേക്ക് വന്നു. ഈ മമ്മൂട്ടിയും ഈ പറയുന്ന ഋഷഭ് ഷെട്ടിയും തമ്മിൽ അങ്ങനെ ഒരു പോരാട്ടം നടന്നോ? ഇവർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും, നല്ല ചിത്രങ്ങളായിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും എന്നൊക്കെ പറച്ചിലല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നോ? എന്താണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ ഇത് വ്യക്തമാകണമെങ്കിൽ ജൂറിയിൽപ്പെട്ട ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കണം. അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് അറിയിക്കണം. സാധാരണഗതിയിലൊരു സിനിമയുടെ അവാർഡ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ പല കാര്യങ്ങളും രഹസ്യമായി വെക്കാറുണ്ട്. 1, 2, 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. ഇവിടുത്തെ പ്രശ്നം മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സൗത്ത് ഇന്ത്യൻ ആക്ടർ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ കഴിവിനെക്കുറിച്ച് സംശയമില്ല, മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് സംശയമില്ല. മമ്മൂട്ടി ദേശീയ അവാർഡുകൾ പലതവണ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം ഇത്തവണ അഭിനയിച്ച ഈ ചിത്രങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ചിത്രത്തിൽ മമ്മൂട്ടി എത്രത്തോളം നല്ല പ്രകടനം കാഴ്ചവെച്ചെന്ന് നമ്മളെല്ലാം കണ്ടതുമാണ്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി ആ പരിഗണനയിലേക്ക് വരാതിരുന്നത്? ഇതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം സിനോജി പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം. ഈ ജൂറി അംഗമായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ജൂറി അംഗമാണ് എം ബി പത്മകുമാർ, ഡയറക്ടർ. പുള്ളി ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത്. അദ്ദേഹം ഒരു ലിസ്റ്റ് പൊക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് ദേശീയ ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് ഈ അവാർഡിന് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ചിത്രങ്ങളാണ്. അതായത് ഓരോ സിനിമ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ചിത്രങ്ങളുടെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൻ്റെ അകത്ത് മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയുടെ ഒരു ചിത്രം പോലും ഇല്ലെന്ന് അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത നിലയിൽ പറയുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഇത്തരം വാർത്തകൾ പടച്ചുവിട്ടത് ആരാണ്? ആ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് സിനിജി. ഈ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരൊക്കെ ഇഞ്ചോടിഞ്ഞ് മത്സരം എന്നും ഓരോ ചാനലിലെ എൻ്റർടൈൻമെൻറ്റ് ഹെഡുകളൊക്കെ ഇഞ്ചോടിഞ്ഞ് മത്സരം എന്നൊക്കെയാണ് ഇന്നലെ ദേശീയ അവാർഡിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ദേശീയ അവാർഡ് ഋഷഭ് ഷെട്ടിക്കാണെന്ന് ബ്രേക്ക് ചെയ്തതിന് തൊട്ട് പിന്നാലെ പറഞ്ഞത് മമ്മൂട്ടി തഴയപ്പെട്ടു അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് നിഷേധിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു വാർത്ത പ്രത്യേകിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല സിനിജി. ഇന്നലെ മനോരമയുടെ വെബിൽ വന്ന ഒരു വാർത്തയുണ്ട്, ഇക്കുറിയിൽ നിഷേധിക്കപ്പെട്ടു, പക്ഷേ ജനമനസ്സുകൾ പറയുന്ന മമ്മൂട്ടി നിങ്ങളാണ് മികച്ച നടൻ എന്ന് മനോരമയിലെ സജിൽ ശ്രീധർ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ 6:30 പ്രസിദ്ധീകരിച്ചു. അതായത് ഇത് ജൂറി അംഗമായിട്ടുള്ള എം ബി പത്മകുമാർ തന്നെ പറഞ്ഞു ഇത് ഈ ലിസ്റ്റിലില്ലായിരുന്നു എന്ന്. പക്ഷേ അതിനുശേഷം ഈ 6:30 ആവത്തരം വീണ്ടും പ്രഖ്യാപിച്ചു. എന്തിനാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാതെ ഇരുന്നത് മമ്മൂട്ടി അന്ന് മോദിയുടെ മുമ്പിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് കൈകെട്ടി നിന്നുകൊണ്ടാണ് എന്ന തരത്തിലൊക്കെ ഒരു ആംഗിൾ കൊടുക്കുന്നത് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും? അല്ല, അത് മാധ്യമപ്രവർത്തകർ എന്ത് വാർത്ത കൊടുക്കുന്നു എന്നുള്ളതിനെ നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഓരോരുത്തർക്ക് അവരുടേതായ ആംഗിളുകൾ കണ്ടെത്തി വാർത്തകൾ കൊടുക്കുക, ആ വാർത്തകൾ വിറ്റുപോകുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഒരു സ്ഥാപിത താല്പര്യം. ഇപ്പോൾ അർജുൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ പത്മകുമാർ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നത് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ഒരു ജൂറി അംഗമാണ്. അദ്ദേഹം ഈ സൗത്ത് ഇന്ത്യയിലെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് വിലയിരുത്തേണ്ടതിനകത്ത് നിന്ന് സജസ്റ്റ് ചെയ്യപ്പെടേണ്ട ചിത്രങ്ങൾ ഇതാണ്, മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഇങ്ങനെയാണ്, ഇതൊക്കെ പറയേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം പറയണം മമ്മൂട്ടിയുടെ ചിത്രം വന്നിട്ടില്ല. അപ്പം മമ്മൂട്ടിയുടെ സിനിമകൾ ആരാണ് അയക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ ജൂറിയുടെ പരിഗണനയിലേക്ക് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ വേണ്ട എന്ന് വെച്ചത്? അപ്പം നമുക്കൊരു നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ചിത്രങ്ങളെല്ലാം കൂടെ കണ്ട് അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനുശേഷം ഒരു ദേശീയ ജൂറിയുടെ മുമ്പിലേക്ക് എത്തുക, അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരോ ശ്രമിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈ ചിത്രം അയക്കേണ്ട സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവ് അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന് തയ്യാറായില്ല. എന്തുകൊണ്ടാണ് തയ്യാറാകാഞ്ഞത്? മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ മനഃപൂർവ്വം അയക്കുന്നില്ല, അതുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല. ഇങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുന്നതിന് പിന്നിൽ ചില അജണ്ടകൾ ഉണ്ടാവില്ല. എന്തിനാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ മാറ്റി നിർത്തിയത്? അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല. നമ്മൾ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ 2-3 നന്നായി ചെയ്യുന്നുണ്ട്, പ്രായം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ അഭിനയം കൂടുതൽ തേച്ച് മിനുസപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് മമ്മൂട്ടിയുടെ അഭിനയം ഇഷ്ടമാണ്. അതിനെക്കാട്ടും അപ്പുറത്തേക്ക് ചലച്ചിത്ര മേഖല ഇഷ്ടപ്പെടുന്നവർക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്. ഇനി സിനിമാ മേഖലയെ ഗൗരവമായി കാണുന്നവർക്ക് മമ്മൂട്ടിയുടെ പ്രകടനം ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഇഷ്ടമായ മമ്മൂട്ടിയുടെ പ്രകടനത്തെ, മമ്മൂട്ടിയുടെ സിനിമകളെ എന്തുകൊണ്ടാണ് ജൂറിയുടെ മുഖ്യ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ യാതൊരു സഹായം ചെയ്യായിരുന്നത്? അപ്പോൾ അതിന് പിന്നെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? എന്താ തോന്നുന്നത്?
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ലിസ്റ്റ് അയക്കാതെ എങ്ങനെ അവിടെ പരിഗണിക്കാനുള്ള ലിസ്റ്റിലേക്ക് വരും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം. എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് അയക്കപ്പെടാതെ പോയത് എന്നത് ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലെയുള്ള വളരെ മിടുക്കനായ ഒരു ഡയറക്ടർക്ക്, അങ്ങനെ തന്നെ അടിവരായിട്ട് നമ്മൾ പറയണം, മിടുക്കനായ ഡയറക്ടർക്ക് ഇതിൻ്റെ പ്രൊസീജിയർ അറിയത്തില്ലാത്തതല്ല. ഇതുമായി ബന്ധപ്പെട്ട് എസ് ഹരീഷ്, ഈ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള കഥ എഴുതുന്ന എസ് ഹരീഷിനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതല്ല. ഇത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച പടമാണ്, അവർക്കും ഇത് സംബന്ധിച്ചുള്ള ബേസിക് അറിയാത്തതല്ല. പക്ഷേ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇവരെന്തുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്? ഞങ്ങൾ ഈ പടം അയച്ചിട്ടില്ല സുഹൃത്തെ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നൊരു ചോദ്യം ലിജോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം അപ്പോൾ തീരും. ഇന്നലെ ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം, ബ്രേക്ക് ചെയ്തതിന് ശേഷം പോലും ലിജോ ആയിട്ട് പല ചാനലുകളിലും ടെലിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും ലിജോ ഒരിക്കൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അവാർഡിന് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നും വേണമെങ്കിൽ ടെക്നിക്കലി ഇവരെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതാണോ, ഇവർ അവാർഡിന് അയക്കപ്പെട്ടു, അവിടെ പരിഗണിക്കപ്പെടുന്നു എന്ന് ഇവർ വിചാരിച്ചു, അവിടെ പരിഗണിക്കപ്പെടാൻ പറ്റാത്ത നിലയിലേക്ക് ടെക്നിക്കലി ഒരു എറർ ഉണ്ടായി, അതാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ മറ്റൊരു സംശയം. അല്ലെങ്കിൽ ലിജോനെ പോലത്തെ ഒരു വ്യക്തി ഇത് എല്ലാം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ദേശീയ അവാർഡ് ചലച്ചിത്ര നിർണായക സമിതിയുടെ കുറ്റമാണ് എന്ന നിലയിലേക്ക് ഇതിനെ ഒരു ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടി താല്പര്യമുള്ള വ്യക്തിയാണ് ലിജോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും സിനിജി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇടത് സൈബർ കേന്ദ്രത്തിൽ വന്നിട്ടുള്ള ഒരു ട്രോള് ഞാൻ വായിക്കാം, സിനിജിക്ക് ഞാൻ അയച്ചിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ മുഹമ്മദ് കുട്ടിയായ മമ്മൂട്ടിക്ക് ഒരു ദേശീയ പുരസ്കാരത്തിന് നോമിനേഷൻ കിട്ടിയത് തന്നെ അത് കിട്ടിയതിന് തുല്യമാണ് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് അവിടെ കൃത്യമായി തന്നെ ചെഗുവേരേൻ്റെ പോലത്തെ ഒരു ഫോട്ടോയും വെച്ച് മികച്ച നടൻ ഋഷഭ് ഷെട്ടി എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റിന് താഴെ കൊടുക്കുന്നു. രണ്ടാമതായിട്ട് വരുന്ന സാധനം നരേന്ദ്രമോദിയുടെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടി, തൊട്ടിപ്പുറത്ത് നരേന്ദ്രമോദിയോട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഋഷഭ് ഷെട്ടി. ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ഇടത് സൈബർ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ച. ഈ ചർച്ച എന്തിനായിരിക്കും, എന്തായാലും അവർ ഫോക്കസ് ചെയ്യുന്നത്? ഇത് വീണ്ടും ഒരു നമ്മുടെ കേരളം പോലത്തെ ഒരു മതേതര മനസ്സുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷവിത്തുക്കൾ ഇറക്കാനുള്ള ശ്രമമാണോ? അല്ല, അങ്ങനെ സംശയിക്കാം. കാരണം ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകന് ഔദ്യോഗികമായി പറയാൻ ഞാൻ അയച്ച സിനിമ അവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ടെക്നിക്കലി ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞാൽ ഈ പറയുന്ന വിവാദം ഒരുപക്ഷെ തുടക്കത്തിലെ തന്നെ നമുക്ക് നുള്ളിക്കളയാൻ പറ്റും. ഇത് പറ്റിയില്ലെങ്കിൽ അദ്ദേഹം മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഈ വിവാദം വളർന്ന് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞാൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന നടന് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അവാർഡ് കിട്ടുമോ എന്നുള്ള ഒരു ട്രോൾ ഇപ്പോൾ ഇറങ്ങി. ഇതിൻ്റെ ചുവട് പിടിച്ച് അടുത്ത ട്രോൾ ഇറങ്ങും. സൈബർ സഖാക്കളോ അല്ലെങ്കിൽ ഇടത് വിങ്ങിന്നോ അല്ലെങ്കിൽ മറ്റു വിങ്ങിന്നൊക്കെ ഇത്തരം ട്രോളുകൾ വന്ന് ഇത് വലിയ ചർച്ചാ വിഷയമായി മാറാം. ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന അതുല്യനായ നടൻ അഭിനയിച്ച ചിത്രത്തിന് അവാർഡ് കിട്ടിയില്ല എങ്കിൽ ഈ അവാർഡിന് ഈ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ ചിത്രമുണ്ടോ എന്നുള്ളതിന് വ്യക്തതയില്ല. അതാണ് ഈ പത്മകുമാർ എന്ന് പറയുന്ന ജൂറി അംഗം പറയുന്നു. ഇനി ഇത് പറയേണ്ടത് ഈ സിനിമ അയച്ചപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഒരു ചിത്രം അയക്കാൻ മമ്മൂട്ടി കമ്പനിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി എറർ പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ തുറന്നു പറയണം, ഇങ്ങനെയാണ് പ്രശ്നം, അവർ സാങ്കേതികപരമായി ഞങ്ങളുടെ ഈ ചിത്രം പരിഗണിക്കില്ല ഞങ്ങളെ അറിയിച്ചിരുന്നു, ഞങ്ങൾ പിന്നെ അതിൻ്റെ പുറകെയൊന്നും പോയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ ഋഷഭ് ഷെട്ടിയും നരേന്ദ്രമോദിയും തമ്മിൽ അടുപ്പമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടി. ഇപ്പം നമ്മൾ കാന്താര എന്ന സിനിമ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഈ കണ്ടപ്പം അയാളുടെ അഭിനയത്തെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയമില്ല, അയാൾ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയാണോ ബെറ്റർ അയാളാണോ ബെറ്റർ എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ ഇപ്പം ആസ് എ പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്ക് വിലയിരുത്താം എന്നതിനപ്പുറത്തേക്ക് ഒരു ജൂറി അംഗമൊക്കെ വിലയിരുത്തുന്ന പോലെയുള്ള വിലയിരുത്താൻ എനിക്കറിയില്ല. അപ്പോൾ അവർ കണ്ടെടുത്തത് ഈ പ്രഥമ ദൃഷ്ടിയ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ അഭിനയവും ഈ മമ്മൂട്ടി ചിത്രത്തിലെ അഭിനയവും തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് വലിയൊരു മാർജിൻ ഇതിൽ തമ്മിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഋഷഭ് ഷെട്ടി അഭിനയിക്കുകയല്ലായിരുന്നു, ഒരു ഘട്ടത്തിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയതാണ്. ആ സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നവരൊക്കെ പിന്നീട് കൊടുത്തുള്ള അഭിമുഖങ്ങളൊക്കെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഋഷഭ് ഷെട്ടി പുറത്തിറങ്ങി വരാൻ തന്നെ സമയമെടുത്തു എന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ വരും. മാത്രമല്ല ആ ക്യാരക്ടറിനെ കുറിച്ച് ഋഷഭ് പഠിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട അത്തരം ആചാരങ്ങൾ നിലനിന്നിരുന്ന ആളുകളുമായി സംബന്ധിച്ച് അവരുമായി അടുത്തു പോയി നിന്ന് അവരുമായി ഇടപഴകി അവിടുത്തെ അത്തരത്തിലുള്ള ദൈവ രൂപങ്ങളെക്കുറിച്ച് പഠിച്ച് ആ ക്യാരക്ടറിൽ ആവാഹിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മമ്മൂട്ടിയെ നമ്മൾ കുറവാക്കി പറയുമല്ല, പക്ഷെ മമ്മൂട്ടി ചെയ്തിരുന്നു. പക്ഷേ ഇത് തമ്മിൽ നമുക്ക് രണ്ട് ചിത്രങ്ങളും കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സിനുജി നേരത്തെ പറഞ്ഞ പോലെ ജൂറി അംഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല പ്രേക്ഷകന്. അവർ ഇതിനെ ഒരുപാട് ജോണറിലായിരിക്കും നോക്കി കാണുക. അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ടാവും, സൗണ്ട് കാര്യങ്ങളുണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും,
കാര്യങ്ങളുണ്ടാവും, അതുണ്ടാവും, ഇവരുടെ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യങ്ങളുണ്ടാവും, ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാവും, അവരുടെ ഫേഷ്യലിൽ വന്നിട്ടുള്ള എക്സ്പ്രഷൻ്റെ കാര്യങ്ങളുണ്ടാവും, അഭിനയത്തിൻ്റെ പല കുറിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ഇഴകേറി പരിശോധിക്കുകയും. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അതിനെ കാണുന്ന സമയത്ത് ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കിട്ടിയതിൽ ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നൻപകൽ നേരത്ത് ഈ അവാർഡ് ലിസ്റ്റിനകത്ത് ഈ ജൂറിൻ്റെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിൽ കൂടിയും ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കിട്ടും എന്നുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ എല്ലാവരും തന്നെ തുടരുന്ന മൗനം അത് വലിയ പ്രശ്നത്തിലേക്ക് തന്നെ നയിക്കില്ലേ? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം ഈ ചിത്രം പുറത്ത് വന്നു, ഈ അവാർഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താ, മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അതിനകത്ത് അയക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഞങ്ങൾ അയച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരും, ഞങ്ങൾ അയച്ചു എന്ന് പറഞ്ഞാലും പ്രശ്നം തീരും. ഈ രണ്ടും പറയാതെ മൗനം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടും ഈ വിവാദം ഇനി ആളി പടർന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന അയാളുടെ അഭിനയത്തെക്കുറിച്ച് നമുക്ക് സംശയമില്ല, മമ്മൂട്ടി എന്ന് പറയുന്ന നടനെക്കുറിച്ച് സംശയമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ, മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അയക്കപ്പെട്ടോ, എന്തുകൊണ്ട് അയക്കപ്പെട്ടില്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവില്ലേ? ഇപ്പം കേരളത്തിൽ നിന്നുള്ള ഒരു നടനെ അംഗീകരിക്കാതിരിക്കാൻ ദേശീയ തലത്തിൽ യാതൊരു കാരണവുമില്ല. കാരണം നിരവധി തവണ അദ്ദേഹം ദേശീയ പുരസ്കാരം നേടുകയും ചെയ്താൽ. അപ്പോൾ അദ്ദേഹം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒന്നിലധികം തവണ ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധായകൻ തൻ്റെ ഒരു ചിത്രം ഇതിലേക്ക് അയക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അപ്പോൾ സാങ്കേതികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിലിം ഫീൽഡ് മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഈ അവാർഡ് നിർണ്ണയ കമ്മിറ്റി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുമായി അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിത് അയക്കുന്നില്ല, ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് മാറി നിൽക്കാം. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഇവർക്ക് പുറത്ത് പറയാം. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് വലിയ കുത്തിത്തിരിപ്പിലേക്ക് മാറും. കാരണം ചെറിയ പ്രശ്നങ്ങളായിട്ട്, ചെറിയ ട്രോളായിട്ട്, ചെറിയ ബോക്സായിട്ട് വരുന്ന ന്യൂസ് പിന്നീട് അത് ആർട്ടിക്കിളായിട്ട് മാറും, പിന്നെ വലിയ ലേഖനങ്ങളായിട്ട് മാറും, പിന്നെ തരം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങും. അതിനകത്ത് ഇപ്പോഴേ ഒരു തടയിട്ടില്ലെങ്കിൽ ഈ അവാർഡ് പ്രഖ്യാപനം വലിയൊരു വിവാദത്തിലേക്കായിരിക്കും നീങ്ങുക. പ്രത്യേകിച്ച് ഇതിന് വേറെ ഒരു ജോണറിലൂടെ നമുക്ക് നോക്കി കണ്ടുകൊണ്ട് സിനുജി, അതായത് ഈ മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ BJP ഈ മുസ്ലിങ്ങൾക്ക് മൊത്തം എതിരാണ് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് ആരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നരേറ്റീവിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതും റീഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയിലേക്ക് വലിയ ഒരു അത്തരം ഒരു സാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അഭിനയത്തിനെ കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പോകാതിരുന്നത് എന്നതിന് ഒരു കാരണമായി ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് 2022 ഡിസംബർ 12 IFFKയിലാണ് ഈ ചിത്രം ആദ്യമായി പ്രദർശനത്തിനെത്തുന്നത്. പക്ഷേ 2023 ജനുവരി 19 ഇത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ 2023 ലിസ്റ്റിലേക്ക് എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിവെക്കപ്പെട്ട ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ? പക്ഷേ ആദ്യം പ്രദർശിപ്പിച്ചത് 2022 ഈ ഡിസംബർ 12 ആ പ്രദർശനമാണ് ഇതിന് ഔദ്യോഗിക പ്രദർശനമായിട്ട് കണക്കാക്കുക എന്ന തരത്തിൽ വേറെ ഒരു വാദമുഖം കൂടെ ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു വിഷയമാണോ എന്നുള്ളത് എന്തോ അറിയില്ല, നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ വിഷയം അറിയില്ല. പക്ഷേ അതും ഇതിലേക്ക് ഒരു പോയിന്റ് ആയിരിക്കുമോ? ഒരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടത് ഈ പറയുന്ന സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയോ അല്ലെങ്കിൽ ഈ മമ്മൂട്ടി കമ്പനിക്കോ വളരെ സിമ്പിളായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. ഇതിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴും, നമ്മളെപ്പോലെയുള്ള സിനിമയും സ്നേഹിക്കുന്നവർ സംസാരിക്കുമ്പോഴും, സിനിമ ഇഷ്ടപ്പെടുന്നവർ സംസാരിക്കുമ്പോഴും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ചാ വിഷയമായി മാറും. മാത്രമല്ല വരും ദിവസങ്ങളെല്ലാം ഇത് വലിയ വിഷയങ്ങളായി മാറുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെ ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ സമർപ്പിച്ചു, പക്ഷേ സാങ്കേതികപരമായി ഈ തീയതിയുടെ പ്രശ്നം കൊണ്ട് ഞങ്ങളുടെ ഈ ചിത്രം റിജക്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അത് മാറ്റി വെച്ചു, അല്ലെങ്കിൽ തൊട്ട് തലേ വർഷത്തെ എന്നുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങളുടെ ചിത്രം മത്സരിക്കാൻ പറ്റിയില്ല. ഇത്തവണ ഞങ്ങളത് മത്സരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത തവണ പൂർവാധീന ശക്തിയോടെ മറ്റൊരു ചിത്രവുമായി എത്തും എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കും. നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്നും നോക്കി രാവിലെ. ഈ ഘട്ടത്തിൽ ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ നോക്കുന്ന സമയത്ത് പല മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള സിനിമ പേജുകളിലും മമ്മൂട്ടിക്ക് വലിയ സപ്പോർട്ടായിട്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമല്ലേ? മലയാളത്തിൻ്റെ ഒരു നടന് ഒരു അവാർഡ് കിട്ടിയില്ല, അയാളെ അദ്ദേഹത്തിന് നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടും അത് മിസ്സായിപ്പോയി എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതുമാണ് ആ ചിത്രത്തിന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു പിന്തുണ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കിട്ടണം. അപ്പോൾ ഞാൻ ഉൾപ്പെടെ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഋഷഭ് എന്ന് പറയുന്ന നടൻ എത്ര മികച്ച ഒരാൾ, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ചിലപ്പോൾ മമ്മൂട്ടി ആയിരിക്കും. അത് മലയാളിയുടെ ഒരു വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ ഈ സിനിമ പേജുകളിലെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഒരു
ഒരു മാസമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എന്ന നിലയിലേക്ക് ഇത് വലിയൊരു പ്രൊട്ടസ്റ്റായിട്ട് സൈബർ പ്രൊട്ടസ്റ്റായിട്ട് വരുന്നു എന്ന രീതിയിലേക്കാണ് രാവിലെ സോഷ്യൽ മീഡിയ നോക്കുത്തരം കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത ഒരുപാട് സിനിമാ പേജുകളുണ്ട്. ഈ സിനിമാ പേജുകളിലെല്ലാം തന്നെ ഈ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമാ പേജുകൾക്കൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ഈ ഫോളോവേഴ്സ് എല്ലാം ഇത് കാണുന്നു, അവരുടെയൊക്കെ മൈൻഡിലേക്ക് ഈ സാധനം അടിച്ച് കയറുകയാണ്. എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കിട്ടിയില്ല, എന്തുകൊണ്ട് കിട്ടിയില്ല, ഈ സാധനങ്ങൾ കിട്ടുക. അതിൻ്റെ ഇടയിൽ ഈ BJP വെറുക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വെറുക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വെറുക്കുന്ന ആളുകളും ഉണ്ടാവും. അത്തരം ആളുകളും ഇപ്പോൾ ഇതിന് ഒരു കാരണമായി മനസ്സിൽ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാലും കാരണമായി കണങ്ങുന്നത് BJP ഭരിക്കുമ്പോൾ എങ്ങനെ മമ്മൂട്ടിക്ക് കിട്ടാനാണ് എന്ന തരത്തിലുള്ള നരേറ്റീവ് തന്നെയാണ് ഇവർ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കുന്നതെന്നാണ് ഇതിൻ്റെ മറ്റൊരു തലം. എന്തായാലും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മമ്മൂട്ടിക്ക് ഒരു ഘട്ടത്തിൽ കൂടുതലായി ഇപ്പോൾ വരുമ്പോൾ തന്നെ ഈ ഋഷഭ് ഷെട്ടിയുടെ സിനിമ കാണാത്തവർ പോലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് സിനിമയും കണ്ടവർ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അഭിനയത്തിൻ്റെ കാര്യത്തെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കാം. പക്ഷേ ഇത് രണ്ടും കാണാത്ത വ്യക്തികൾ സംസാരിക്കുമ്പോൾ അതിന് വേറെ ഒരു നറേറ്റീവ് തന്നെ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഈ ഋഷഭ് ഷെട്ടിയും മോദിയും തമ്മിലുള്ള ഫോട്ടോയാണ് ഈ വിഷയത്തിലെ വില്ലൻ എന്നാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശാലമായ തലത്തിലേക്ക് വളരുമെന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. തീർച്ചയായും.